ആഫ്രിക്കയിലെ കത്തോലിക്ക വിശ്വാസത്തിനുള്ള പ്രത്യേകത അവർ ആ ട്രഡീഷണൽ പരമ്പരാഗത വിശ്വാസത്തിൽ കഴിയുന്നവരാണ്. അതിൽ നിന്ന് വ്യതിചലിക്കാൻ ഇഷ്ടപ്പെടാത്തവരാണ്. ഈ ഏഷ്യയിലെ പോലെ തന്നെ മതമാണ് ജീവിതത്തിൻ്റെ എല്ലാ ഭാഗത്തും മതം അനുസരിച്ചാണ് അവർ ജീവിക്കുന്നത്. ആഫ്രിക്കക്കാരും ഏഷ്യക്കാരും മിക്കവാറും ചൈന ഒഴിച്ച് ബാക്കി എല്ലായിടത്തും തന്നെ ഈ മതമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഘടകങ്ങളെയും ബന്ധിപ്പിക്കുന്ന കാര്യം. നേരെ മറിച്ച് പാശ്ചാത്യ നാടുകളിൽ മതം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ്. അപ്പോൾ എങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു കറുത്ത മാർപ്പാപ്പ ഇപ്പം 2-3 നല്ല കാൻഡിഡേറ്റ്സ് ഉണ്ട്. എന്താണ് ഈ പീറ്റർ ടർക്സൺ, അദ്ദേഹം ഖാനായിൽ നിന്നുള്ള കർദിനാളാണ്, 76 വയസ്സ്. അതുപോലെ തന്നെ റോബർട്ട് സേറ 79 വയസ്സ്, ഗിനി. പിന്നെ കോങ്കോയിൽ നിന്ന് ബസുങ്കു എന്ന് പറഞ്ഞ, അപ്പോൾ ഈ റോബർട്ട് സേറ ഒക്കെ നല്ലതാണ്. 79 വയസ്സൊക്കെ ഉള്ള ആൾക്ക് ചാൻസ് കൂടുതലാണ്. കാരണം മാർപ്പാപ്പമാർ അധികം കാലം ആ അധികാരത്തിൽ ഇരിക്കരുത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ചിന്താഗതി. കാരണം ജോൺ പോൾ II ഒരുപാട് വർഷം ഇരുന്നു, ചെറുപ്രായത്തിൽ എടുത്തുകൊണ്ട്, 57-ാമത്തെ വയസ്സിൽ എടുത്തുകൊണ്ട്. അപ്പോൾ പ്രായം കൂടിയവർക്കാണ് പ്രിഫറൻസ്. പക്ഷേ അതേസമയം തന്നെ ഇവരൊക്കെ ഫ്രാൻസിസ് പാപ്പായുടെ നിലപാടുകളിൽ ചിലതിനോടെല്ലാം എതിർത്തതാണ്. ഈ LGBTQ, അതുപോലെ തന്നെ ഈ സ്വർഗ വിവാഹം, വൈദികർക്ക് വിവാഹം കഴിക്കുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ, ഇതിലെല്ലാം മാർപ്പാപ്പായുമായിട്ട് പോലും ഇവർ അഭിപ്രായ ഭിന്നതയുള്ളവരായിരുന്നു ഇവരിൽ പലരും. അപ്പോൾ അത് ചില പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു ചാൻസ് അവിടെ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നുമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ റോബർട്ട് സേറ, അദ്ദേഹം ഈ മാർപ്പാപ്പ ഈ ആമസോൺ ഭാഗത്തുള്ള ആളുകൾക്ക് അവിടെ വൈദികരെ കിട്ടാനില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവിടെ ഈ വിവാഹം കഴിച്ചവർക്ക് വേണമെങ്കിൽ വൈദിക വൃത്തി ചെയ്യാമെന്നുള്ളൊരു നിയമം കൊണ്ടുവരാനൊരുങ്ങി. അപ്പോൾ നിയമം കൊണ്ടുവന്നോ അത് അതിനെപ്പറ്റിയുള്ള ചർച്ച. അപ്പോൾ അതിനെതിരെ ഇദ്ദേഹവും മുൻ മാർപ്പാപ്പയും കൂടെ ഒരു ട്രീറ്റേഴ്സ്, ഒരു ലേഖനം തന്നെ എഴുതുകയുണ്ടായി. അപ്പോൾ അതൊരു ഭിന്നത പോലെ തോന്നുകയുണ്ടായി. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ചാൻസ് കുറച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം ഒരു ബ്ലാക്ക് പോപ്പിനുള്ള സാധ്യതയൊന്നും കാണുന്നില്ല. ഏറ്റവും സാധ്യത കാണുന്നത് ഇറ്റലിയിൽ നിന്നുള്ള ഒരാൾ ആയിരിക്കുമെന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു ഇൻഡ്യൂഷൻ, ഒരു മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം. അതിൽ ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ എല്ലാം പെട്ടെന്ന് മനസ്സിൽ വരുന്നത് ഈ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് പിയത്രോ പരോളിൻ, അദ്ദേഹമായിരിക്കും എന്നുള്ളൊരു ധാരണയാണ് പൊതുവിൽ ഉണ്ടാവുക. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹം വത്തിക്കാൻ നയതന്ത്ര സർവീസിലെ അംഗമാണ്. അതായത് ഇടവക വികാരിയായിട്ടും ബിഷപ്പായിട്ടും ഒക്കെ അങ്ങനെ സേവനമനുഷ്ഠിച്ചിട്ടില്ല. നേരെമറിച്ച് ഇങ്ങനെ ഈ ഓരോ സ്ഥലങ്ങളിലുള്ള വത്തിക്കാൻ്റെ എംബസികളിലും നൂൺഷിയേച്ചറുകളിലും അങ്ങനെയുള്ളിടത്താണ് സേവനമനുഷ്ഠിച്ച് അങ്ങനെ ഉയർന്നു പോയതാണ്.